മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല മനോഹരമായ ഒരു യെല്ലോ ബാക്ക്ഗ്രൗണ്ടിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. ധാരാളം കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്കും തുടങ്ങാം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്. ഓണം എന്ന് പറയുന്നത് നമ്മൾ മറുനാടൻ മലയാളികൾക്ക് ഒരു വലിയ ആഘോഷം തന്നെയാണ്. ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ആഘോഷം എന്ന് തന്നെ നമുക്ക് പറയാം. കഴിഞ്ഞ 2 വർഷമായിട്ട് നമുക്കിതൊന്നും കഴിഞ്ഞില്ല. എല്ലാവരും സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും ഒക്കെ ആയിട്ട് വീട്ടിലൊക്കെ ചെറിയ ചെറിയ ആഘോഷങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട് ഈ വർഷം ഓണാഘോഷങ്ങളുടെ ഒരു വലിയൊരു വേലികയറ്റം എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം. എല്ലാ അസോസിയേഷനുകളും ക്ലബ്ബുകാരും എല്ലാവരും പല രീതിയിലുള്ള ഓണാഘോഷങ്ങളാണ്. ടീം കനേഡിയൻ ലയൺസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് നടത്തിയ ഓണാഘോഷ കാഴ്ചകളാണ് തിരുവാതിര. ഒരു മെഗാ തിരുവാതിരയും ഡാൻസ് പെർഫോമൻസും മലയാളി മങ്ക ബെസ്റ്റ് ഫാമിലി അറ്റയർ അങ്ങനെ കുറേ കോമ്പറ്റീഷൻ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു കളർഫുൾ ഓണാഘോഷ പരിപാടിയായിരുന്നു TCL നടത്തിയിരുന്നത്. അതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ലയൺസിൻ്റെ ഓണാഘോഷമാണ് നിങ്ങൾക്ക് പുറകെ കാണാം. കനേഡിയൻ ലയൺസിൻ്റെ ഓണാഘോഷമാണ് അത് നടക്കുന്നത്. അപ്പോൾ നമ്മൾ 2022 നമ്മുടെ രജിസ്റ്റേർഡ് മെമ്പേഴ്സിനെയാണ് മെയിനായിട്ട് നമ്മുടെ ഓണാഘോഷത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നാലും നമുക്ക് കുറച്ച് അല്ലാത്ത രജിസ്റ്റേർഡ് അല്ലാത്ത നമ്മുടെ മെമ്പേഴ്സ് താല്പര്യം പ്രകടിപ്പിച്ചു. അപ്പോൾ നമ്മൾ അവരെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഏകദേശം ഒരു 250ഓളം ആൾക്കാർ നമ്മുടെ ഇന്നത്തെ ഓണാഘോഷത്തിനുണ്ട്. നമ്മൾ നാട്ടിലെ നമ്മുടെ ഓണാഘോഷങ്ങൾ മിസ് ചെയ്യാത്ത രീതിയിൽ വളരെ അങ്ങനത്തെ കളികളും കാര്യങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മളിവിടെ ഓണാഘോഷം നടത്താൻ ശ്രമിക്കുന്നത്. അപ്പം ഇവിടെ ഞങ്ങൾ പൂക്കളമിട്ടായിരുന്നു, ഒരു മെഗാ തിരുവാതിര ഉണ്ടായിരുന്നു. ഇനിയിപ്പം നമുക്ക് കുറച്ചുകൂടെ പ്രോഗ്രാംസ് വരുന്നുണ്ട്, ഫൺ ഗെയിംസ് ഒക്കെ വരുന്നുണ്ട്. നമ്മുടെ ചാക്കിലോട്ടം, മുക്കാലിയോട്ടം, സ്പൂൺ റേസ്, പിന്നെ കിഡ്സിനുള്ള കളികൾ, അങ്ങനെ വളരെ ഫണ്ണി ആയിട്ടുള്ള കുറേ ഗെയിംസ് ഇനിയും വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നടക്കാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പം നമുക്ക് തിരുവാതിര ഓൾറെഡി കഴിഞ്ഞു. എല്ലാവരും വളരെ വളരെ ആഘോഷത്തോടെയാണ്. നമ്മുടെ കോവിഡ് നിയന്ത്രണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വളരെ സജീവമായിട്ട് നല്ല രീതിയിൽ ഈ വർഷം ഓണം ആഘോഷിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം അതിൽ എല്ലാവർക്കും ഞങ്ങളുടെ കനേഡിയൻ ലയൺസിൻ്റെ ഓണാഘോഷത്തിൽ പങ്കെടുത്ത് വർഷം നമുക്ക് ഒത്തിരി ഭംഗിയോട് നമ്മുടെ ഓണം സെലിബ്രേഷൻ നടത്താൻ കഴിഞ്ഞു. അതിന് ഒത്തിരി നന്ദിയുണ്ട് ടു ഓൾ ദ പാർട്ടിസിപ്പൻസ്. നമ്മുടെ കോവിഡ് കഴിഞ്ഞ് ഇത് ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇത്രയും ഈ ലെവലിൽ നമ്മൾ ഓണപരിപാടി നല്ല ഒരു ലെവലിൽ ചെയ്യുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് ഒരു 200 മെമ്പേഴ്സ് പാർട്ടിസിപ്പൻസ് ആയിട്ടുണ്ട്. And we are really thankful to everybody who participated wholeheartedly. നമുക്ക് കുറേ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. ഈവൻ കിഡ്സ് ഓൾസോ പാർട്ടിസിപ്പേറ്റഡ് ആൻഡ് ഒത്തിരി അഡൾട്ട്സും നമുക്ക് wholeheartedly പാർട്ടിസിപ്പേഷൻ. വിപുലമായിട്ടാണ് ഈ വർഷം കനേഡിയൻ ലയൺസ് ഓണാഘോഷ പരിപാടികൾ നടത്തുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമുക്കിപ്പോൾ കോവിഡ് ആയതുകൊണ്ട് എല്ലാവർക്കും അറിയാം, നമുക്കെല്ലാവർക്കും ഒന്ന് കൂടാനുള്ള ഒരു സാഹചര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഈ വർഷം നമ്മൾ ശരിക്കും ഒരു നല്ലൊരു രീതിയിൽ തന്നെ ഒരുപാട് ആൾക്കാർ പുറമേ നിന്ന് വന്ന് നമ്മളുമായിട്ട് സഹകരിച്ച് ഓണപരിപാടികളൊക്കെ നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വൻ പരിപാടിയായിട്ട് നമ്മൾ നടക്കുന്നു.
അടുത്ത വർഷവും മുന്നോട്ട് ഇതുപോലെ തന്നെ ഇതിലും വലിയ രീതിയിൽ പരിപാടി നടത്തും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഹലോ എവരി വൺ, ഇന്ന് ടീം കനേഡിയൻ ലയൺസിൻ്റെ 5ാമത് ഓണാഘോഷമാണ്. ഞങ്ങളെല്ലാം ഭയങ്കര ഹാപ്പിയാണ്. കഴിഞ്ഞ വർഷങ്ങളെല്ലാം കോവിഡൊക്കെ കാരണം ഞങ്ങൾക്ക് നല്ലപോലെ ഒന്നും ഓണം ആഘോഷിക്കാൻ സാധിച്ചില്ല. ഇവിടെ ഇപ്പോൾ ഫാമിലി ആയിട്ട് എല്ലാവരും ഗ്യാദർ ചെയ്തിരിക്കുകയാണ്. എല്ലാവർക്കും വളരെ സന്തോഷകരമായ നിമിഷങ്ങളാണ്. നാട്ടിലുള്ള എല്ലാവരും മാത്രമല്ല, കനേഡിയൻ മലയാളികൾസിൻ്റെ ഇടയിലും ഓണം എന്ന് പറയുന്നത് ഒരു വലിയ ആഘോഷമാണ്. പ്രത്യേകിച്ച് കൂട്ടുകാരും ഫാമിലിയും പിള്ളേരും എല്ലാവരും കൂടെ ഒന്ന് ചേർന്ന് അടിച്ചു പൊളിക്കുന്ന ഒരു ദിവസമാണ് ഞങ്ങളുടെ ഇന്നത്തെ ഓണാഘോഷം. പ്രത്യേകിച്ച് ടീം കനേഡിയൻ ലയൺസിൻ്റെ 5ാമത്തെ ഓണം ആയതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ ഹാപ്പിയാണ് ഈ ഓണാഘോഷത്തിന്. കഴിഞ്ഞ വർഷത്തേത് എന്താ പറയുക, നമ്മൾക്ക് ഇത്രയധികം ആൾക്കാരില്ലായിരുന്നു. ഒരു 80 പേര് അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതിനൊരു പരിമിതികളുണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 66 ഫാമിലി, അതായത് ഏകദേശം ഒരു 150ഓളം ആൾക്കാരുണ്ട്, കുട്ടികളടക്കം. അങ്ങനെ അവരുടെ പേരൻസ് അങ്ങനെ ഒരുപാട് പേര്, മൊത്തം 150-ന് മേളിൽ, 200-ന് താഴെ എന്നാണ് പറഞ്ഞത്. അപ്പം 200-300 കൃത്യമായിട്ട് എനിക്ക് അറിയത്തില്ല. എന്തായാലും 66 ഫാമിലി ഉണ്ടെന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അങ്ങനെ TCL ഈ വർഷം നല്ല ഗംഭീരമായിട്ട് കുട്ടികളുടെ പരിപാടിയായിട്ടും ആദ്യമേ തന്നെ മെഗാ തിരുവാതിര ഞങ്ങളൊരു 50 പേര്, പിന്നെ അതിനുശേഷം പിന്നെ ഊണുണ്ടായിരുന്നു, പിന്നെ പിള്ളേരുടെ കളികൾ തുടങ്ങി. ഇനി ബാക്കി ഞങ്ങളുടെ വലിയവരുടെ കളിയായിട്ട് തുടരുന്നു. നാട്ടിൽ നിന്നും മാറി നിൽക്കുന്ന പ്രവാസികൾക്ക് ഗൃഹാതുരത്വത്തിൻ്റെ ഓർമ്മകൾ ഉണർത്തുന്ന അവസരമാണ് ഓണമെന്ന് പറയുന്നത്. ആ ഓണാഘോഷത്തിൽ എല്ലാവർക്കും പങ്കുചേരുവാനുള്ളൊരു അവസരമാണ് ടീം കനേഡിയൻ ലയൺസ് ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷങ്ങളിലായി വളരെയധികം ആൾക്കാർക്ക് പങ്കെടുക്കുവാൻ സാധിക്കാതെ അവരവരുടെ വീടുകളിൽ ഓണം ആഘോഷിച്ചപ്പോൾ ഈ വർഷം ടീം കനേഡിയൻ ലയൺസിൻ്റെ നേതൃത്വത്തിൽ 250-ലധികം പേര് ഓണാഘോഷത്തിൽ പങ്കെടുക്കുകയുണ്ടായി. കഴിഞ്ഞ വർഷത്തിന് വ്യത്യസ്തമായി വളരെയധികം വിഭിന്നങ്ങളായ പരിപാടികളാണ് കനേഡിയൻ ലയൺസ് ഇവർക്ക് വേണ്ടി, ഈ ലയൺസിൻ്റെ അംഗങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇത്രയും 2 വർഷമായിട്ട് ഒന്നിച്ചു കാണുവാൻ സാധിക്കാതിരുന്ന ഫാമിലികൾക്ക് ഒന്നിച്ചു കൂടുവാനും ആ സ്നേഹം പങ്കുവയ്ക്കുവാനുമുള്ള ഒരു അവസരമായിട്ട് ഈ ഓണാഘോഷം മാറിയിരിക്കുകയാണ്. അതിൻ്റെ സന്തോഷം എൻ്റെ പുറകിൽ ആൾക്കാരുടെ മുഖങ്ങളിലും കാണാൻ സാധിക്കും. എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ടീം കനേഡിയൻ ലയൺസിൻ്റെ വക ഹാപ്പി ഓണം.